ഒരു കപ്പലിൻ്റെ കൈവരിയിൽ ചാരി നിന്നുകൊണ്ടെന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കടന്നു പോകുമ്പോൾ രണ്ട് കപ്പലുകൾ അന്യോന്യം സ്നേഹിക്കുന്ന പോലെ കടന്നു പോകുമ്പോൾ അവയ്ക്ക് തോന്നുന്ന അകാരണമായ നഷ്ടബോധത്തോടെ എം നൗഷാദ് പുനരാഖ്യാനം ചെയ്തിട്ടുള്ള മുറിവേറ്റവർക്കുള്ള കഥകൾ എന്ന സമാഹാരത്തിലെ ഏതോ ഒരാൾ എന്ന കഥയുടെ ആമുഖമായി കൊടുത്ത വരികളാണിത്. ഫെർണാണ്ടോ പെസോവ എന്ന് പറയുന്ന പോർച്ചുഗീസ് എഴുത്തുകാരൻ്റെ വരികൾ. 20 ചെറുകഥകളുടെ സമാഹാരമാണ് മുറിവേറ്റവർക്കുള്ള കഥകൾ. ബോബിയച്ചൻ അവതാരിക എഴുതിയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് വിഷാദം ഉള്ളവർക്കും ഏകാഗികൾക്കുമുള്ള സുവിശേഷമാണ് ഹൃദയം കൊണ്ടെഴുതിയ ഈർപ്പമുള്ള ഈ പുസ്തകം എന്നാണ്. ചെറുകഥകൾ എന്ന് പറയുമ്പോൾ 2-3 പേജിൽ ഒതുങ്ങുന്ന കഥകളാണ്. നമ്മൾ സാധാരണ ഒരു ഗസൽ കേൾക്കുമ്പോൾ അതിൻ്റെ 2ാമത്തെ വരിയിൽ പൂത്തു പൊട്ടിത്തെറിക്കാറുണ്ട്. അത്തരമൊരു ഫിലോസഫി ബാക്കി വെച്ചിട്ടാണ് ഓരോ കഥകളും അവസാനിക്കുന്നത്. ചുള്ളിക്കൊമ്പുകൾ എന്ന് പറയുന്ന ഒരു കഥയിൽ ഭാര്യയെ നഷ്ടപ്പെട്ട വേദനയിലിരിക്കുന്ന ഒരാളോട് ഒരു വൃദ്ധ പറയുന്ന വാക്കുകളുണ്ട്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് മരിക്കേണ്ടതെന്നും നമുക്കാർക്കും അറിയാൻ പറ്റില്ല. നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും എങ്ങനെയാണ് സ്നേഹം നഷ്ടപ്പെടുമ്പോൾ പെരുമാറേണ്ടതെന്നും മാത്രമാണ്. അർത്ഥത്തിൻ്റെ ചുള്ളിക്കൊമ്പുകൾ കൊണ്ട് ജീവിതത്തിൻ്റെ ഒഴുക്കിനെ തൊടൂ എന്നാണ് ആ വൃദ്ധ പറഞ്ഞത്. ഒരു പക്ഷേ ഈ കഥകൾ വായിക്കുക എന്നത് നമ്മളുടെ തന്നെ ഉള്ളിലുള്ള മുറിവുകളിൽ ഉപ്പ് പുരട്ടുന്ന പോലെയാണ്. ആദ്യത്തെ അതിതീവ്രമായ നീറ്റലിന് ശേഷം ഒരു പക്ഷേ ആ മുറിവുകൾ ഉണങ്ങിയേക്കാം. ഒരു മലയാളി ഈ കാലത്ത് നിർബന്ധമായും വായിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. വായിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.